ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ LRMC ബേസ്ഡ് ടാരിഫ് എന്താണെന്ന് മനസ്സിലാക്കാം. LRMC എന്ന് പറയുന്നത് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, അതായത് ലോങ് റൺ മാർജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്ത് ടാരിഫ് ഈടാക്കുന്നതിനാണ് LRMC ബേസ്ഡ് ടാരിഫ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഒരു യൂണിറ്റ് വൈദ്യുതി എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ചില കോസ്റ്റുകളില്ലേ, ഇൻഫ്രാസ്ട്രക്ചറൽ കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, ലാൻഡ് കോസ്റ്റ്, മെഷീനറി കോസ്റ്റ്, അങ്ങനെ ഒരുപാട് കോസ്റ്റുകളുണ്ട്. അപ്പം ഒരു യൂണിറ്റ് എക്സ്ട്രാ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കോസ്റ്റുകൾ ഉണ്ടാവുന്നതിന് അനുസരിച്ച് ആ കോസ്റ്റിന് അനുസരിച്ച് അതിന്റെ ബേസിൽ ടാരിഫ് ഈടാക്കുന്നു. അപ്പോൾ ഇതാണ് LRMC ബേസ്ഡ് ടാരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. LRMC ബേസ്ഡ് ടാരിഫ്സ്. LRMC ബേസ്ഡ് ടാരിഫ്സ് റെഫർ ടു ടാരിഫ്സ് അല്ലെങ്കിൽ പ്രൈസിങ്, അത് ചാർജ് ഈടാക്കുന്ന ഒരു പ്രക്രിയ. ഏതിൽ? യൂട്ടിലിറ്റീസിൽ. ഏതൊക്കെയാണ് യൂട്ടിലിറ്റീസ്? ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ ആണ് ഇത് ചാർജ് ഈടാക്കുന്നത്. ദാറ്റ് ആർ കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, അതായത് LRMCയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാർജ് ഈടാക്കുന്നത് ഓഫ് പ്രൊവൈഡിങ് ദ സർവീസ്, അതായത് ഈ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കോസ്റ്റിന്റെ ലോങ് റൺ മാർജിനൽ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ചാർജ് ഈടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. വാട്ട് ഈസ് LRMC? അതായത് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് സപ്ലൈയിങ് വൺ മോർ യൂണിറ്റ് ഓഫ് സർവീസ്. ഒരു എക്സ്ട്രാ യൂണിറ്റ് സർവീസ് കൊടുക്കുന്നതിന് ചിലവാക്കുന്ന ചാർജ്. ഉദാഹരണത്തിന് 1 kWh എക്സ്ട്രാ വൈദ്യുതിയോ അല്ലെന്നുണ്ടെങ്കിൽ 1 cubic meter വാട്ടർ എക്സ്ട്രാ സപ്ലൈ ചെയ്യുന്നതിനുള്ള ആ ഒരു കോസ്റ്റ്. ഓക്കെ, വെൻ ഓൾ ഇൻപുട്സ് ക്യാൻ ബി വേരിഡ്. അത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഇൻപുട്ടിനും വേരി ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കോസ്റ്റ് ഈടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടും, ലേബർ, ക്യാപിറ്റൽ, അതായത് എല്ലാ യൂണിറ്റും വേരി ചെയ്യുന്ന ഒരു ലോങ് റണ്ണിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ് കേട്ടോ. ലോങ് റണ്ണിൽ മാത്രമല്ല നമുക്ക് എല്ലാ യൂണിറ്റും വേരി ചെയ്യാൻ പറ്റത്തുള്ളൂ. എടുപിടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് മെഷീനറീസ് ഒക്കെ കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ലോങ് റണ്ണിലാണ് ഇതെല്ലാം വേരി ചെയ്യുന്നത്. സിംപ്ലർ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ LRMC റിഫ്ലക്ട്സ് ദ ഫ്യൂച്ചർ കോസ്റ്റ് ഓഫ് എക്സ്പാൻഡിങ് കപ്പാസിറ്റി. അതായത് ഒരു കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള ഫ്യൂച്ചർ കോസ്റ്റ്. എന്തിനാണ് ഈ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നത്? ടു മീറ്റ് അഡീഷണൽ ഡിമാൻഡ്. അഡീഷണൽ ഡിമാൻഡ് വരുമ്പോഴാണല്ലോ ഇത് കൂടുതൽ സർവീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ അഡീഷണൽ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ LRMC ബേസ്ഡ് ടാരിഫ് എന്തായിരിക്കും? അപ്പോൾ ഈ ടാരിഫുകൾ, അതായത് യൂസർ ചാർജസ് ആണ് ഇതിന് പറയുന്നത്, സെറ്റ് അക്കോർഡിംഗ് ടു ദ LRMCക്ക് അടിസ്ഥാനമായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. റാദർ ദാൻ ജസ്റ്റ് ഷോർട്ട് റൺ കോസ്റ്റ് ഓർ ആവറേജ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് റൺ കോസ്റ്റ് വെച്ചിട്ടോ സെറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ആർ ചാർജ്ഡ് വാട്ട് ഇറ്റ് ആക്ച്വലി കോസ്റ്റ് ടു സസ്റ്റൈനബിളി എക്സ്പാൻഡ് സിസ്റ്റം. ആ സിസ്റ്റം സസ്റ്റൈനബിൾ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമറിന്റെ കയ്യിൽ നിന്ന് ചാർജ് ഈടാക്കുന്നു. മനസ്സിലായില്ല? അപ്പോൾ ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ട് ആ ഒരു ഇനിഷ്യൽ സെറ്റപ്പിന് ബേസ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് ചാർജ് ഈടാക്കുന്നു. ഓക്കെ, ദ പ്രൈസിങ് റിഫ്ലക്ട്സ്. അപ്പൊ ഈ പ്രൈസിംഗിൽ എന്തൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ വരുന്നുണ്ട്? അതായത് ദ കോസ്റ്റ് ഓഫ് അപ്ഗ്രേഡിങ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് വരുന്നുണ്ട്, പുതിയ പ്ലാന്റ് ബിൽഡ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ എക്സ്റ്റെൻഡിങ് ട്രാൻസ്മിഷൻ ലൈൻസ്. ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി സംബന്ധിച്ച് അതിന്റെ എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഒക്കെ വലിക്കണ്ടേ, അപ്പൊ അതിനുള്ള കോസ്റ്റുകൾ, ഇതിനെല്ലാത്തിനെയും ബേസ് ചെയ്തിട്ട് ഈടാക്കുന്ന ടാരിഫാണ് LRMC ബേസ്ഡ് ടാരിഫ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ടാരിഫ് ഈടാക്കുന്നതിന് LRMC ഉപയോഗിക്കുന്നത്? ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം എഫിഷ്യൻസിയാണ്. അതായത് ഇറ്റ് സിഗ്നൽസ് ദ ട്രൂ എക്കണോമിക് കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് എക്സ്ട്രാ യൂണിറ്റ് ഓഫ് സർവീസ്. ഒരു എക്സ്ട്രാ യൂണിറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എക്കണോമിക് കോസ്റ്റ്, സർക്കാരിന് ഉണ്ടാകുന്ന എക്കണോമിക് കോസ്റ്റ് അതിൽ റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് കൺസ്യൂമറിന്റെ കയ്യിൽ നിന്ന് ഈടാക്കാനും സാധിക്കുന്നു. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് റിക്കവറിയാണ്. അതായത് സർക്കാർ നടത്തിയ നിക്ഷേപങ്ങൾ ഇതിലൂടെ, ഈ യൂട്ടിലിറ്റീസിലൂടെ, ഈ ഇലക്ട്രിസിറ്റിയും വാട്ടറും കൊടുത്ത ഇങ്ങനെയുള്ള യൂട്ടിലിറ്റീസ് കൊടുക്കുന്ന ആ ഒരു സംവിധാനത്തിൽ നിന്ന് കൺസ്യൂമറിന്റെ കയ്യിൽ നിന്ന് അത് പിരിച്ചെടുക്കാൻ സാധിക്കുന്നു. എൻഷുവേഴ്സ് ദ യൂട്ടിലിറ്റി ക്യാൻ റിക്കവർ. ഈ യൂട്ടിലിറ്റീസിനെ റിക്കവർ ചെയ്യാൻ കഴിയുന്നു. എന്ത് കോസ്റ്റ്? ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നു. അടുത്തത് ഡിമാൻഡ് മാനേജ്മെന്റ് ആണ്. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എൻകറേജസ് എഫിഷ്യന്റ് കൺസംഷൻ. എഫിഷ്യന്റ് ആയിട്ടുള്ള കൺസംഷൻ എൻകറേജ് ചെയ്യുന്നു. കാര്യം ആരും വേസ്റ്റ് ചെയ്യത്തില്ല ഈ ചാർജ് ഒക്കെ ഈടാക്കുന്നത് കൊണ്ട്. ഈ ടാരിഫ്സ് റിഫ്ലക്ട് റിയൽ കോസ്റ്റ്, അതായത് റിയൽ കോസ്റ്റ് ആണ് ഈ ടാരിഫുകൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസേഴ്സ് ആർ ലെസ് ലൈക്ലി ടു ഓവർ യൂസ്. അതായത് ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, ഓവർ യൂസ് ചെയ്യാനൊന്നും മടിക്കും. ഓക്കെ, അടുത്തത് ഇക്വിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ്. സസ്റ്റൈനബിലിറ്റി വെച്ചാൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒന്ന് എന്നുള്ളത്. അതായത് യൂസേഴ്സ് പേ
ഫെയർലി ഫോർ ഫ്യൂച്ചർ സിസ്റ്റം ഗ്രോത്ത്. ഫ്യൂച്ചർ സിസ്റ്റം ഗ്രോത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? പേ ചെയ്യുന്നു. ഹെൽപ്പിംഗ് യൂട്ടിലിറ്റീസ് പ്ലാൻ ആൻഡ് ഇൻവെസ്റ്റ് വൈസ്ലി. അവർ യൂട്ടിലിറ്റീസ് പ്ലാനിന് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് യൂട്ടിലിറ്റീസ് പ്ലാൻ എന്ന് വെച്ചാൽ ഇത്ര ഇലക്ട്രിസിറ്റി ഇത്രയും ഉപയോഗിക്കാവൂ, അത് അവർ കുറച്ച് കെയർഫുൾ ആയിരിക്കും. റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഫാനും ലൈറ്റൊക്കെ അണയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ അവെയർ ആയിരിക്കും. ആൻഡ് ഇൻവെസ്റ്റ് വൈസ്ലി. അവർ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുമ്പോഴത്തേക്ക്, ഹൗസ് ഹോൾഡ് ആയാലും ഫേംസ് ആയാലും ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ഈ ചാർജുകളൂടെ കൺസിഡർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. LRMC ടാരിഫ് ഇൻ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ എക്സാമ്പിൾ വരുന്നത് കേട്ടോ. സപ്പോസ് എ യൂട്ടിലിറ്റി ഫോർകാസ്റ്റ് ഇൻക്രീസിംഗ് ഡിമാൻഡ്. അതായത് ഒരു യൂട്ടിലിറ്റി ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു? ഈ ഒരു യൂട്ടിലിറ്റി ഒരു ഇൻക്രീസിംഗ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുകയാണ്, മുൻകൂട്ടി കാണുകയാണ്. അതായത് ആൾക്കാർ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കൂടുതൽ എണ്ണം ആൾക്കാർ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ പോകുന്നു. ഇങ്ങനെ മുൻകൂട്ടി കാണുമ്പോഴത്തേക്ക് ടു മീറ്റ് ദിസ്, ഇത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇറ്റ് മസ്റ്റ് ബിൽഡ് എ ന്യൂ പവർ പ്ലാന്റ്. ഒരു പുതിയ പവർ പ്ലാന്റ് ബിൽഡ് ചെയ്യേണ്ടേ, നല്ല അവർക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് എക്സ്പാൻഡ് ദ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് ഒക്കെ എന്ത് ചെയ്യണം? ഇത് ട്രാൻസ്ഫോമർ അടക്കമുള്ള ആ ഒരു ഇലക്ട്രിക് ലൈനുകൾ എല്ലാം എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ കോസ്റ്റ് ഉണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? ദെൻ ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ദിസ് ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് സ്പ്രെഡ് അക്രോസ് ഫ്യൂച്ചർ യൂസേഴ്സ് വയ LRMC ടാരിഫ്. അപ്പോൾ ഈ LRMC ടാരിഫിന്റെ ബേസിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് എന്ത് ചെയ്യാണ്? എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എ ഹൗസ് ഹോൾഡ് മൈറ്റ് പേ എ ബിറ്റ് മോർ ടുഡേ. അതായത് ഓരോ ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ നിന്നും ഈ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്, അതായത് ഈ LRMC കോസ്റ്റിൽ നിന്ന് ഈടാക്കുമ്പോഴത്തേക്ക് അവർ ഓരോ ഹൗസ് ഹോൾഡിനും കുറച്ച് എക്സ്ട്രായേ പേ ചെയ്യുന്നുള്ളൂ. ബട്ട് ദാറ്റ് കവേഴ്സ് ദ ഫ്യൂച്ചർ കോസ്റ്റ് ഓഫ് റിലയബിൾ സർവീസ്. അതായത് ഇപ്പം ഇങ്ങനെ നേരത്തെ എക്സ്ട്രാ പവർ പ്ലാന്റ് ഒക്കെ നിർമ്മിച്ച ആ കോസ്റ്റ് ഇതിൽ നിന്ന് എല്ലാ ഹൗസ് ഹോൾഡും പേ ചെയ്യുമ്പോഴത്തേക്ക് ആ കോസ്റ്റ് കവർ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് അത്ര ഈസി ആയിട്ട് അങ്ങ് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കുറച്ച് വിമർശനങ്ങളും കുറച്ച് വെല്ലുവിളികളൊക്കെ നേരിടേണ്ടതുണ്ട്. അതായത് ക്രിറ്റിസിസംസും ചലഞ്ചസ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ കോംപ്ലക്സിറ്റിയാണ്. വളരെ സങ്കീർണമാണ് ഇതെന്ന് പറയുന്നത്. ഈ പ്രക്രിയ എന്ന് പറയുന്നത് റിക്വയർസ് ഡീറ്റെയിൽഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് മോഡലിംഗ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റിംഗ്, എത്രയാണ് യഥാർത്ഥ കോസ്റ്റ്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തി അത് കണ്ടെത്തണം. അതിനും കുറച്ച് ചിലവ് വരും കേട്ടോ. അത് ഫെയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് മേ ഓവർ ബർഡൻ കറണ്ട് യൂസേഴ്സ്. അതായത് ഇങ്ങനെ ചാർജ് ഈടാക്കുമ്പോഴത്തേക്ക് ഇതിന്റെ എല്ലാം കൂടെ ചാർജ് കയറി വരുമ്പോഴത്തേക്ക് ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള യൂസേഴ്സിന് ഒരുപാട് ചാർജ് ഈടാക്കേണ്ടതായിട്ട് വരും, ഇലക്ട്രിസിറ്റി ആയാലും വാട്ടർ ഒക്കെ ആയാലും. ഓക്കെ, വിത്ത് കോസ്റ്റ് ഓഫ് ഫ്യൂച്ചർ യൂസേഴ്സ്. അപ്പം ഇത് ഫ്യൂച്ചർ യൂസേഴ്സിന്റെ കോസ്റ്റ് ആണെന്ന് ആലോചിക്കുക. അതായത് ഒരു പദ്ധതി സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്, അപ്പോഴത്തേക്ക് ഫ്യൂച്ചർ യൂസേഴ്സിന്റെ കോസ്റ്റ് കറണ്ട് യൂസേഴ്സ് പേ ചെയ്യേണ്ടെന്ന ഒരു അവസ്ഥയിൽ വരും. ഓക്കെ, അടുത്തത് റെഗുലേറ്ററി റെസിസ്റ്റൻസ് ആണ്. അതായത് ചില ബുദ്ധിമുട്ടുകളുണ്ട്, പ്രായോഗികമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആണ് ഈ ഇങ്ങനെ ചാർജ് ഈടാക്കുക എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ലീഡ്സ് ടു ഹയർ പ്രൈസസ് നൗ. ഇപ്പൊ ചാർജ് ഉയർന്ന ചാർജ് ഈടായി കഴിഞ്ഞാൽ അപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതൊരു ഒരു കേടാണത്. അവർക്ക് അടുത്ത ഇലക്ഷനിൽ ചിലപ്പോൾ ജയിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.